സത്യം മനസ്സിലായിട്ടും പിന്നെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുണ്ട് ഇസ്ലാമിന് ഒരു കൈയൊഴിക്കല്. നല്ലോണം ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. അള്ളാഹു നമുക്ക് ഹക്ക് പഠിപ്പിച്ചു തരാനാണ് പ്രവാചകനെ നിയോഗിച്ചു തന്നത്, പരിശുദ്ധ ഖുർആൻ നമുക്ക് അവതരിപ്പിച്ചു തന്നത്. നമ്മുടെ ജീവനേക്കാൾ നമ്മൾ സ്നേഹിക്കേണ്ടുന്ന നമ്മുടെ പ്രമാണങ്ങളാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും. അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ റസൂലിനോടുമാണ് എന്തിനേക്കാളും നമുക്ക് മഹബത്ത് വേണ്ടത്. സ്വജീവനേക്കാൾ, മാതാപിതാക്കളേക്കാൾ, സന്താനങ്ങളേക്കാൾ, സഹോദരീ സഹോദരങ്ങളെക്കാൾ, അയൽക്കാരേക്കാൾ, നാട്ടുകാരേക്കാൾ, കുടുംബങ്ങളെക്കാൾ, സാമ്പത്തികമായ നമ്മുടെ നിലനിൽപ്പിനേക്കാൾ എന്തിനേക്കാളും നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയുമാണ്. എന്നാൽ നമ്മൾ നമ്മെക്കുറിച്ച് ഗൗരവത്തോടുകൂടെ ആലോചിക്കുക. ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോ പലർക്കും വേണ്ടി നമ്മൾ അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ റസൂലിന്റെയും നിയമങ്ങളെ മാറ്റിവെക്കാറുണ്ടോ? എന്നിട്ട് ഇവരുടെ വാക്കുകൾക്കും അഭിപ്രായങ്ങൾക്കും മുൻഗണന കൊടുക്കാറുണ്ടോ? എങ്കിൽ ഈ വചനം നമുക്കെതിരെ തിരിയുന്നു. ഈ വചനം നാം ഗൗരവത്തോടെ കൃത്യമായി മനസ്സിലാക്കൽ അനിവാര്യമായിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ ചോദിച്ചില്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളും സന്താനങ്ങളും സഹോദരീ സഹോദരങ്ങളും നിങ്ങളുടെ ഇണകളും നഷ്ടം വരുമോ എന്ന് ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടങ്ങളും നിങ്ങളുടെ വാഹനങ്ങളും നിങ്ങളുടെ ഭവനങ്ങളും, ഇതൊക്കെയാണ് നിങ്ങൾക്ക് അള്ളാഹുവിനേക്കാളും അള്ളാഹുവിന്റെ റസൂലിനേക്കാളും ആ മാർഗത്തിൽ ത്യാഗം സഹിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഇതൊക്കെയാണെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷയെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ നമ്മോട് പറഞ്ഞിട്ടില്ലേ? നമുക്ക് ആ ചിന്തയുണ്ടോ പ്രിയമുള്ളവരെ? ആരോടും ചോദിക്കണ്ട, ആരും ആരെയും ആക്ഷേപിക്കണ്ട. ഓരോരുത്തരും സ്വന്തം നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആത്മാർത്ഥമായി ഒറ്റക്കിരുന്നു കൊണ്ട് ആലോചിക്കു പ്രിയമുള്ളവരെ, ഞാൻ ഈ വചനത്തിൽ പെടുന്നുണ്ടോ? എന്റെ റബ്ബ് എനിക്ക് പഠിപ്പിച്ചു തന്ന ഒരു നിയമം എന്താണെന്ന് എനിക്കറിയാം. എന്റെ റബ്ബിന്റെ റസൂൽ എനിക്ക് പഠിപ്പിച്ചു തന്നത് എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ട് ആ നിയമങ്ങളെ മറ്റു പലർക്കും വേണ്ടിയിട്ട് ഞാൻ മാറ്റിവെക്കുന്ന പ്രവണതയും റബ്ബിന്റെയും റബ്ബിന്റെ റസൂലിന്റെയും കൽപ്പനകളെ ദുന്യാവിലെ ഏതെങ്കിലും ആളുകളുടെ പ്രീതിക്ക് വേണ്ടി ഞാൻ വലിച്ചെറിയുന്നുണ്ടെങ്കിൽ പരലോകത്ത് വിരൽ കടിക്കേണ്ടി വരും, കൈ കടിക്കേണ്ടി വരും. കണ്ടോ, അക്രമി പറയാണ്, അക്രമം പ്രവർത്തിച്ച പാപിയായ മനുഷ്യൻ ഇരു കൈകളും കടിക്കുന്ന ദിവസം. എന്നിട്ടവൻ വിലപിക്കുകയാണ്, യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅർ റസൂലി സബീലാ. അള്ളാന്റെ റസൂലിന്റെ കൂടെ ആ മാർഗത്തെ ഞാൻ ശരിക്കും മുറുകെ പിടിച്ച് ജീവിച്ചിരുന്നുവെങ്കിൽ, ആ മാർഗത്തെ ഞാൻ സ്വീകരിച്ച് റസൂലിന്റെ കൂടെ അതിൽ തന്നെ ഉറച്ച് ഞാൻ നിന്നിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷേ യാ വൈലത്താ, എന്റെ നഷ്ടമേ, എന്റെ കഷ്ടമേ, ലൈതനി, ഞാനായിരുന്നുവെങ്കിൽ ലമ്മത്തഖിദ് ഫുലാനൻ ഖലീലാ, ഇന്ന വ്യക്തിയെ, ഇന്ന വ്യക്തിയെ ഞാൻ ഉറ്റ സുഹൃത്തായി സ്വീകരിക്കാതിരുന്നുവെങ്കിൽ, സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അയാളെയല്ലേ ഞാൻ എന്റെ ഉറ്റ കൂട്ടുകാരനാക്കിയത്. ഇവിടെ ഉബയ്യിന്റെ വാക്ക് കേട്ടിട്ടല്ലേ പുറത്തുപോയത്. ഇങ്ങനെ ഇതുപോലെ ഒരുപാട് ഉഖ്ബകൾ സമൂഹത്തിൽ ഉണ്ടാകും. ഒരുപാട് ഉബയ്യമാർക്ക് വേണ്ടി ദീനിനെ വിൽക്കുന്നവർ, ഒരുപാട് ഉറ്റ ചങ്ങാതിമാർക്ക് വേണ്ടി അവൻ എന്റെ ക്ലോസ് ഫ്രണ്ടാണ്, അവൻ പറഞ്ഞപ്പോ എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എന്റെ വാപ്പ പറഞ്ഞതാണ്, ഉമ്മ പറഞ്ഞതാണ്, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ പറഞ്ഞതാണ്, എന്റെ ഭർത്താവ് പറഞ്ഞതാണ്, എന്റെ ഭാര്യ പറഞ്ഞതാണ്, അല്ലെങ്കിൽ ജ്യേഷ്ഠൻ പറഞ്ഞതാണ്, അനുജൻ പറഞ്ഞതാണ്, അല്ലെങ്കിൽ എന്റെ ബോസ് പറഞ്ഞതാണ്, മറ്റുള്ളവര് പറഞ്ഞതാണ്, അതുകൊണ്ട് എനിക്കത് അംഗീകരിക്കാതെ പറ്റൂല. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എന്തോ പറയട്ടെ, എനിക്ക് ഇതൊക്കെ അനിവാര്യമായും ഇവരെ അങ്ങ് തള്ളാൻ എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിന്റെ കൃത്യമായ നിയമങ്ങളെ നമ്മൾ മാറ്റിവെക്കുന്നുവെങ്കിൽ പരലോക കോടതിയിൽ വിലപിക്കുകയാണ്. ഇന്ന വ്യക്തിയെ ഞാൻ എന്റെ ഉറ്റ ചങ്ങാതിയായി സ്വീകരിക്കാതിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. യാ വൈലത്താ ലൈതനി ലമ്മത്തഖിദ് ഫുലാനൻ ഖലീലാ.
ഖലീൽ എന്ന് പറഞ്ഞാൽ എന്താ? സുഹൃത്ത്, ഉറ്റ ചങ്ങാതി. ഖലീലുല്ലാഹ്, അള്ളാഹുവിന്റെ മിത്രം ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അള്ളാഹുവിന്റെ റസൂലും അള്ളാഹുവിന്റെ ഖലീലാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമും അള്ളാഹുവിന്റെ ഖലീലാണ്. അപ്പൊ ഖലീൽ എന്ന് പറഞ്ഞാൽ ചങ്ങാതി എന്നാണ്, സുഹൃത്ത്. പരലോകത്ത് പറയാണ്, അള്ളാന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയിട്ട് ഇവിടെ ഏത് സുഹൃത്തിന് വേണ്ടിയിട്ടാ ഞാൻ ദീൻ അഡ്ജസ്റ്റ് ചെയ്തത്? ആർക്ക് വേണ്ടിയിട്ടാ? അതെന്റെ ഭാര്യയാണോ ഭർത്താവാണോ? ചിന്തിക്ക് പ്രിയമുള്ളവരെ. എത്രയോ സഹോദരിമാരില്ലേ, ഇസ്ലാമിന്റെ നിയമമൊക്കെ അവൾക്കറിയാം, പക്ഷേ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എന്റെ ഇക്കാക്ക് വേണ്ടി, അതല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡിന് വേണ്ടി, എന്റെ ഭർത്താവിന് വേണ്ടി ഞാൻ ഈ നിയമത്തെ മാറ്റിവെക്കുന്നു. പരലോക കോടതിയിൽ പറഞ്ഞാൽ സ്വീകരിക്കൂ? എന്റെ ഭർത്താവ് പറഞ്ഞിട്ടാണ്, ഭാര്യ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നൊരു ഭർത്താവിന് പറയാനൊക്കുമോ? വിലപിക്കില്ലേ പരലോകത്ത് വെച്ച്? ഇന്ന വ്യക്തിയെ ഞാൻ കൂട്ടുകാരനാക്കിയതാണല്ലോ, ഉറ്റ ചങ്ങാതിയാക്കിയിട്ട് അവൻ പറഞ്ഞത് ഞാൻ സ്വീകരിച്ചതാണല്ലോ, ഇപ്പൊ ഞാൻ ഇങ്ങനെ അതപ്പതിച്ച് നരകത്തിലേക്ക് പോകാൻ കാരണമാകുന്നത്. അതുകൊണ്ട് ഞാൻ അവരെ ഉറ്റ ചങ്ങാതിയാക്കാതിരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാർഗത്തെ ഞാൻ ശരിയായ രൂപത്തിൽ ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ജീവിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഇരു കൈകളും കടിച്ചുകൊണ്ട് അക്രമി പറയുന്ന ദിവസം. വയൗമ യഅദ്ദുല്ലാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദ്തു മഅർ റസൂലി സബീലാ യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. എന്താണ് അയാൾ എന്നെ പറ്റിക്കുകയല്ലേ ചെയ്തത്? ലഖദ് അദല്ലനി, തീർച്ചയായും അയാൾ എന്നെ വഞ്ചിച്ചു, അയാൾ എന്നെ പഴപ്പിച്ചു കളഞ്ഞു. അനിദ്ദിക്രി, പ്രമാണത്തിൽ നിന്ന് അഥവാ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും അയാൾ എന്നെ തെറ്റിച്ചു കളഞ്ഞു, അയാൾ എന്നെ വഴിപിഴപ്പിച്ചു കളഞ്ഞു. ബഅദ ഇദ് ജാഅനി, എനിക്ക് ആ ദിക്ർ പ്രമാണം വന്ന് കിട്ടിയതിന്റെ ശേഷമാണ് അയാൾ പറ്റിച്ചത്. എനിക്കറിയായിരുന്നു, അതാ സത്യം എന്നറിയായിരുന്നു, പക്ഷെ അയാൾക്ക് വേണ്ടി ഞാനാണ്ട് സമ്മതിച്ചു കൊടുത്തു, അയാളെയാണ് ഞാനാണ് അനുസരിച്ചത്, അയാൾക്ക് വേണ്ടി ഞാനാണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പൊ സത്യപ്രബോധനത്തിന് ചെവി കൊടുക്കാതെ അന്യരായ ആൾക്കാരുടെ ദുർബോധനങ്ങൾക്കും അവരുടേതായ ഇഷ്ടങ്ങൾക്കും വശംവദരായിക്കൊണ്ട് വഴിപിഴച്ചു പോയിട്ടുള്ളവരെല്ലാം ഈ അക്രമികളിൽ ഉൾപ്പെടും.